പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൺലി ഫോർ. അതായത് രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ എന്നത് തെറ്റാണ്. ഹിന്ദിയാണ് അവിടെ വരേണ്ടത്. ബാക്കി മൂന്നും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ രൂപീകരിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി ടു. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ സി, ഓൺലി ടു. മുസോളിനിയുടെ വാക്കുകളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ്. ഉത്തരം ഓപ്ഷൻ എ, ഓൺലി വൺ. 1110 ഉത്തരം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശവേലി ചരിതമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി ടു. മൂഷക വംശ മഹാകാവ്യമാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 3 ആൻഡ് 4. സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. അത് തെറ്റാണ്. അത് വൈക്കം സത്യാഗ്രഹമാണ് വരിക. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീചിത്ര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. അതും തെറ്റാണ്. തിരുവിതാംകൂറാണ് വരിക. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൻ്റെ ഉത്തരമായി വരിക ഓപ്ഷൻ എ ആണ്, ഓൺലി 2 ആൻഡ് 4. അത് രണ്ടും ശരിയാണ്. അതായത് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ 4-ാമത്തെ പ്രസ്താവനയായിട്ടുള്ള ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അതും ശരിയാണ്. ഇതിൻ്റെ ഉത്തരം ഓൺലി 2 ആൻഡ് 4. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, ഓൺലി 1, 2 ആൻഡ് 3. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ശരിയാണ്. ധാതുക്കളുടെ കലവർ എന്ന് വിളിക്കപ്പെടുന്നു ശരിയാണ്. ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തെറ്റാണ്. ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലമാണ്. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2. കൽക്കരിയാണ് ഉത്തരം. താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ 4 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഓൺലി 1. സെപ്റ്റംബർ 16 ആണ്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഓൾ ഓഫ് ദി എബോവ് ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. നെല്ലുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്, ശരിയാണ്. ഒരു ഖാരിഫ് വിളയാണ്, ശരിയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു, ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം, അതും ശരിയാണ്. അടുത്ത ചോദ്യം, 5-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, 2, 3 ശരിയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരിക. പ്രസ്താവന 1, 1974 മുതൽ 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്, ശരിയാണ്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി, ശരിയാണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു, ശരിയാണ്. 3 പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായി വരിക ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ നിങ്ങളെ 2 ഗ്രൂപ്പായി തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. അത് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓപ്ഷൻ ഡി, സഹകരണ ബാങ്ക് LIC. അത് ശരിയല്ല. ബാക്കി 3ഉം ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് RBI എന്നറിയപ്പെടുന്നു, ശരിയാണ്.
വാണിജ്യ ബാങ്ക് SBI ശരിയാണ്. പുതുതലമുറ ബാങ്ക് ICICI ശരിയാണ്. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. അത് ഞാൻ പറയാം. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അലോഹധാതുക്കളെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നാണ് പ്രസ്താവന. അത് തെറ്റാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അടുത്ത ചോദ്യം, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം പശ്ചിമ ബംഗാൾ, 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 3ാം സ്ഥാനത്ത് പഞ്ചാബ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? 16 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്റ്റ് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീരിലാണ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. 1ഉം 2ഉം ശരി, 3 തെറ്റ്. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരി. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ശരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. തെറ്റാണ്. 1947 ഡിസംബർ 9-നാണ് കേട്ടോ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമില്ല സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മെഡിസപ്പ് ആണ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996-ലാണ്. വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു എന്നുള്ളത് തെറ്റാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 2022 ആൻ്റണി ഡൊമിനിക് ആണ്. നിലവിൽ 2026 ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം വൃക്കയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. തെറ്റാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. തെറ്റാണ്. 2ഉം 4ഉം ശരിയാണ്. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാരമായി തീരുന്ന അവസ്ഥയാണ്? ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം. 1ഉം 4ഉമാണ് ഇതിൻ്റെ ഉത്തരമായി വരിക. അതായത് പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ശരിയാണ്.
ആൻഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ ശരിയാണ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയയാണ്. കാർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? 2018 ഒക്ടോബർ. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. ശരിയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ശരിയാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏത്? പാസ്കൽ നിയമമാണ്. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? ഓപ്ഷൻ സി 4 മടങ്ങ്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISRO പദ്ധതിയുടെ പേര് ഗഗയാൻ. ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമേ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ആ പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, അലുമിനിയത്തിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം? ബാംഗ്ലൂരാണ്. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിള മുകളിലേക്ക് വരും തോറും? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടുന്നു. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം. രാജാ രവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഉമയുടെ തപസ്യ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? ഉത്തരം വള്ളത്തോൾ. കപട ലോകത്തിൽ എന്നൂടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികളാണിവ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏതു രാജ്യത്താണ്? ഇംഗ്ലണ്ട്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചെങ്ങമ്പുഴ. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്ച്വൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? കോഡ്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? കീബോർഡ്. ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. പ്രസ്താവന എ നിയമസഭാ സ്പീക്കറുടെ കൈവശം ഉള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം പാർലമെൻറ്റിലോ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിനു കാരണമാക്കുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതിലേതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. അതായത് നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന പ്രസ്താവന തെറ്റാണ്. അതുപോലെ തന്നെ അടുത്ത പ്രസ്താവന ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. 3 മാത്രം തെറ്റായ പ്രസ്താവനയാണ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടഞ്ഞതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പരിധിയിൽ വരില്ല എന്ന പ്രസ്താവന തെറ്റാണ്. ബാക്കി 2 പ്രസ്താവനയും ശരിയാണ്. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തൻ്റെ മകളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, സെഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി
തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വിധിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി, എക്സിനും വൈക്കും തുല്യമായി. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? ഇതിൻ്റെ ഉത്തരം എയും ബിയും മാത്രം. അതായത് പരാതിക്കാർക്ക് നിയമപരമായ അവകാശമില്ലെങ്കിലും എതിർകക്ഷികളൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള വിലക്കുള്ള ഉത്തരവ്, പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? ഉത്തരം 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഉത്തരം മിസിസ് രേഖ ശർമ്മ. ഇത് 2023 ക്വസ്റ്റ്യനാണ്. നിലവിൽ ഇപ്പോൾ വിജയ് കിഷോർ രഹിത്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം 29 and 30, ഓപ്ഷൻ സി ആണ്. വൈ അക്ഷം പ്രതിസാമ്യത അക്ഷമായി എടുത്താൽ 3, 4 ബിന്ദുവിൻ്റെ പ്രതിബിംബമായി വരുന്ന ബിന്ദു ഏത്? ഡി ആണ് ഉത്തരം, -3 and 4. ഒരു സമാന്തര ശ്രേണിയിലെ പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ പൊതുവ്യത്യാസം. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, അബു സലീം എന്നിവർ അവർ ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 6000. 31² വിലയെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയെ എഴുതിയാൽ അവസാനത്തെ എണ്ണൽ സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം. ഉത്തരം 9:8. ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യഗണത്തിലെ ഒരംഗം 3 + √7 ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്ര? ഉത്തരം 2 ആണ്. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഈഗിയോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി. ഉത്തരം സി 40 ആണ്. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഉത്തരം എ 2√. ആണ് ഉത്തരം. √2² n = 1024 ആയാൽ n = എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 20 ആണ്. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്ന് ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗം എടുത്ത് ചായ ഇട്ടു എങ്കിൽ ചായക്കടുത്ത പാൽ എത്ര ലിറ്റർ എന്നാണ് ചോദ്യം. 1/2 ലിറ്റർ. ചേഞ്ച് ഇൻ ദി ഇൻഡയറക്റ്റ് സ്പീച്ച്. I visited Mumbai last week, said Rani. Which of the following is the correct one? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റാണി said that she had visited Mumbai the previous week. What does the prefix extra mean in the word extraordinary? ഉത്തരം beyond. Find out the suitable article from the choices given below. Dash Eve is a female sheep. A. ഉത്തരം. Identify the correct plural form for stimulus. Stimuli. Find out the correct answer for the conditional sentence. If you had studied well, you dash get the first rank. Would have got is the answer. Fill in the blanks with the current degree of comparison. The exam is dash easy than the last one. Answer is B, easier. What is a synonym of sore? That question deleted. Select an appropriate question tag for the following sentence. I am an artist. Answer, aren't I? Find out the meaning of the word apartheid. Answer, separateness. What is a masculine gender for duchess? Answer, duke. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ, സതീർത്ഥ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നതിനർത്ഥം വരുന്ന പദം ഏത്? വിവക്ഷ. ദിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്?
മധുരം. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? ഉത്തരം സി ആണ്, കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ശ്വസം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശിങ്കിടി പാടുക. ചുമ എന്നർത്ഥം വരുന്ന പദം ഏത്? കാസമാണ്. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക. കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാമികൾ. വെയിൽനാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം? വെയിലിൻ്റെ നാളം.